ലോകത്ത് തീർച്ചയായും സൂര്യന് മനുഷ്യന്റെ അടുത്തു വരുന്നതാണ്. വിയർപ്പൊലിച്ചവന്റെ ചെവിയുടെ പകുതി വരെ എത്തിയിട്ടുണ്ടാകും. ഈ ചെവിയുടെ പകുതി വരെ അവന്റെ വിയർപ്പിങ്ങനെ ഒഴുകിയെത്തുകയാണ്. എല്ലാവരും അവിടെ ഭയന്നുകൊണ്ട് നടക്കുകയാണ്. ആ ഭയാനകമായ ദിവസത്തില് ചെയ്തു പോയ പാപങ്ങൾക്കനുസരിച്ച് വിയർപ്പിന്റെ അകത്ത് മുങ്ങുന്ന ദിവസമാണ്. എല്ലാവരും ഓടുകയാണ്. മഹാനായ അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാം ആദം നബിയുടെ മുന്നിൽ പോയിട്ട് പറയുന്നു, വാപ്പാ, അല്ലാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, അല്ലാഹുവാണ് നിങ്ങൾക്ക് റൂഹ് ഊതിയത്. വാപ്പാ, നിങ്ങളെ സ്വർഗത്തിലല്ലേ താമസിച്ചത്? ഞങ്ങളുടെ ഉപ്പയല്ലേ, ആദ്യത്തെ മനുഷ്യനല്ലേ? ഞങ്ങളെ സഹായിക്കുമോ? ഞങ്ങൾക്ക് സ്വർഗം വാങ്ങിത്തരുമോ? ആദം നബിയുടെ മുന്നിൽ എല്ലാവരും പോയി കിടന്ന് യാചിക്കുകയാണ്. ആദം നബി നൂഹ് നബിയെ കാണിച്ചു കൊടുക്കുകയാ. 950 വർഷക്കാലം ദഅവത്ത് നടത്തിയ ശൈഖുൽ അംബിയാ, ഏറ്റവും പ്രായം കൂടിയ പ്രവാചകന് പടച്ചവനെ നൂഹ് നബി അലൈഹിസ്സലാം അവിടെ ചെന്നിട്ട് പറയുന്നു, നബിയേ, 950 വർഷക്കാലം രാവും പകലും പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി അല്ലാഹുവിലേക്ക് ക്ഷണിക്കാൻ നടന്ന പ്രവാചകനാണ്. ഞങ്ങൾക്ക് സ്വർഗം വാങ്ങിത്തരുമോ? നൂഹ് നബി മൂസാ നബിയെ കാണിക്കുകയാ, മൂസാ നബി ഇബ്രാഹിം നബിയെ കാണിക്കുകയാ, ഇബ്രാഹിം നബി ദാവൂദ് നബിയെ കാണിക്കുകയാ. പടച്ചവനെ ഓരോ പ്രവാചകന്മാരും കൈയൊഴിയുകയാണ്. അവസാനം എല്ലാവരും കൂടെ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്ഥലത്ത് ചെല്ലുകയാണ്. മുത്തി നബിയോട് വിടന്ന് പറയുന്നു, നബിയേ, ഞങ്ങളെ കൈവിടല്ലേ നബിയേ, ഞങ്ങളെ രക്ഷപ്പെടുത്തണേ നബിയേ. എല്ലാവരും മുത്തി നബിയുടെ ചാരത്ത് ചെന്ന് പറയുമ്പോ മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറയുകയാണ്. ഒരു ദീർഘമായ ഹദീസിന്റെ അവസാനം ആളുകൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ശുപാർശ ചെയ്യാൻ ആവശ്യപ്പെട്ട് കഴിയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഫഅന്തലികൂ ഫാതി തഹ്തൽ അർശി ഫഅഖഅ സാജിദാ ലിറബ്ബി സുമ്മ യഫ്തഹുല്ലാഹു അലയ്യ. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ പ്രവാചകന്മാരും കൈയടിഞ്ഞു കഴിഞ്ഞപ്പോ എല്ലാവരും അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ കിടന്ന് അവിടെ യാചിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടച്ച റബ്ബിന്റെ അർശിന്റെ താഴെ പോവുകയാണ്. അല്ലാഹുവിന്റെ സിംഹാസനത്തിന്റെ താഴെ എത്തുകയാണ്. എന്നിട്ട് പടച്ച റബ്ബിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുകയാ. അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുകയാണ്. അല്ലാഹു പറയുന്നു, നബിയേ, എഴുന്നേക്ക് നബിയേ, എഴുന്നേക്ക് നബിയേ, വിചാരണ ചെയ്യാൻ സമയമായി നബിയേ, എഴുന്നേറ്റ് മാറി നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് എഴുന്നേക്കുന്നില്ല. അല്ലാഹുവേ, എന്റെ ഉമ്മത്തിനാരുമില്ല അല്ലാ, എന്റെ സമുദായത്തിനാരുമില്ല, എന്റെ പാവപ്പെട്ട അനുയായികൾക്ക് ആരുമില്ല. അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാതെ ഞാൻ എഴുന്നേക്കില്ല അല്ലാ. അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെന്ന് പറയുകയാ, ഫയഖൂലു ബികാ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹു പറയുന്ന സുമ്മ യുഖാലു യാ മുഹമ്മദ് ഇർഫഅ റഅസക സലതുഅതഹു അസ്ഫഅ തുശഫിഅ. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയേ, എഴുന്നേക്ക് നബിയേ, സുജൂദിൽ നിന്ന് എഴുന്നേക്ക് നബിയേ. അങ്ങക്ക് ഇഷ്ടമുള്ളവരെ സ്വർഗത്തിലേക്ക് കടത്തിവിടാൻ അല്ലാഹു അവകാശം കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ